സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. മലയോര തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഗുഡ് മോർണിംഗ്. മഴ കനക്കും, ഒപ്പം ഈ കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുമെന്നാണല്ലോ ഈ മുന്നറിയിപ്പ്. ശ്രുതി, ഗുഡ് മോർണിംഗ്. ഇന്ന് സംസ്ഥാനത്ത് പ്രത്യേക മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം നാളെ സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ കന്യാകുമാരി കടലിന് മുകളിലായിട്ട് പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ്, അതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ തുടരുന്നത്. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതിന് പുറമെ വരുന്ന ശനിയാഴ്ച തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള മഴ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ കേരള തീരത്ത് ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശ്രുതി. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.